രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റൂമിലെത്തിയപ്പോ കേട്ടോ ഇന്ന് എന്ത് വീഡിയോ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചത്. അപ്പോൾ നേരെ അടുക്കളയ്ക്ക് പോയിട്ടോ. നല്ല ഉണക്കമീൻ പൊരിക്കുക കേട്ടോ, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളതാണ്. കൂടെ തേങ്ങ അരച്ച ചമ്മന്തി ഉണ്ട്. അങ്ങനെ ഞങ്ങളെ ചോറ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ചോറ് കൊണ്ടുപോകാറാണ് പതിവ്. ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന കറി വേണം അല്ലെങ്കിൽ ഒഴിച്ചു കൂട്ടാൻ കറി വേണമെന്നൊന്നുമില്ല. വീട്ടിൽ അന്ന് എന്താണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉച്ചവരെ വീട്ടുകാരെന്താണോ കഴിക്കുന്നത് അത് തന്നെ ഞങ്ങളും കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. രണ്ടുപേരും ഏകദേശം ഒരേപോലെ തന്നെയാണ്. എന്താണ് ഉണ്ടാക്കുന്നത് കൊണ്ടുപോകും. അങ്ങനെ ചോറ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ഉണക്കമീൻ പൊരിച്ചതും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചോറ് റെഡിയായി. ഇനി വെള്ളം കുപ്പിയിലാക്കണം കേട്ടോ. വെള്ളം ഞങ്ങൾ കൊണ്ടുപോകാറാണ് കേട്ടോ, പുറത്തുനിന്ന് വെള്ളം ഞങ്ങൾ കുടിക്കാറില്ല. അങ്ങനെ ചോറിന്റെ പരിപാടികളും വെള്ളത്തിന്റെ പരിപാടികളൊക്കെ ഏകദേശം ക്ലിയറായി. പിന്നെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കൊണ്ടുവന്ന മന്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, രാത്രി കൊണ്ടുവന്ന മന്തി ഉണ്ടായിരുന്നു. അപ്പൊ അതായിരുന്നു രാവിലെ കഴിച്ചത് കേട്ടോ. ചായ കൂടി കഴിയുമ്പോഴത്തേക്കും സമയം ഏകദേശം ആവും കേട്ടോ. പിന്നെ ഒരു ഓട്ടോ ആണ് അങ്ങോട്ട്, ബസ്സിന്റെ സമയം നോക്കിയിട്ടുള്ള ഓട്ടോ ആണ്. അവളെ ബസ്സിന് കൊണ്ടാക്കണം. ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചുണ്ട്, ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് ബസ് വെയിറ്റ് ചെയ്യുന്നിടത്തേക്ക് പോവാന്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ നാട് കേട്ടോ. അടിപൊളി നാടാണ്. ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കുറെ കാണാനുണ്ട്. ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ട് പാടത്തൊക്കെ അത്യാവശ്യം പുല്ലും ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാല്. രണ്ട് സൈഡും പാടങ്ങളാണ്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പ്രത്യേക വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാല് ഒരുപാട് കിളികളും തത്തകളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ കാണാൻ കേട്ടോ. ഇതൊക്കെ പാടാണ് കേട്ടോ. സാധാ സമയത്ത് നെൽകൃഷിയൊക്കെ ചെയ്യുന്ന പാടങ്ങളാണ്. അങ്ങനെ അവളുടെ ബസ് 9:03-നാണ്. ഇന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ബസ് കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത ബസ്സിന് പോകാനുള്ള തീരുമാനത്തിൽ അവളെത്തി. അങ്ങനെ ഇവിടെയാണ് ബസ് ഇറങ്ങിയിട്ട് അവള് കയറി പോവാറ്. തിരിച്ച് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴും അവൾ ഇവിടെ തന്നെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അവള് പോവുകയാണ്. ഇനി 9:03 കഴിഞ്ഞാൽ പിന്നെ 9:10 ബസ്. ഞാനും ഓഫീസിൽ എത്തിയത് 9:15 കേട്ടോ. നമ്മുടെ ഓഫീസ് ടൈമാണ് 9 മണി കേട്ടോ. അങ്ങനെ വർക്കിനിറങ്ങി. നല്ല മഴയായിരുന്നു കേട്ടോ, ഇന്ന് ഒടുക്കത്തെ മഴയായിരുന്നു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാനിന്ന് ഫുഡ് കഴിക്കാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഷോപ്പിലേക്കാട്ടോ പോയത്. അവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ കൂടെയാണ് ഫുഡ് കഴിച്ചത്. അപ്പൊ അവർക്കാണെങ്കിൽ ഇന്ന് വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഒരാൾക്ക് ബീഫ്, ഒരാൾക്ക് മീൻ പൊരിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഞാനിവിടെ പോയി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിക്കാറ്. ചിലപ്പോൾ ഞാൻ വരുന്നുണ്ടെങ്കിൽ അവർ പറയും ഞാൻ വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചത് കേട്ടോ.